ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു CMA Inter Plus. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇപ്പോൾ സ്റ്റഡി നോട്ട് 2 കോസ്റ്റ് അസർടൈൻമെൻറ്റ്. നമ്മൾ ഇന്ന് ആ ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ തിയറി ഒന്നും കവർ ചെയ്യുന്നില്ല, പ്രോബ്ലം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രോബ്ലം സൈഡ്, അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. രണ്ടാമത്തേത് ലാൻഡഡ് കോസ്റ്റ് ആണ്. മൂന്നാമത്തേത് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആണ്. നാലാമത്തേത് സ്റ്റോക്ക് ലെവലാണ്. അഞ്ചാമത്തേത് സ്റ്റോർ ലെഡ്ജറാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വയ്യ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പം എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? അപ്പം നമ്മളൊരു മെറ്റീരിയൽ, നമുക്കൊരു സാധനം ഉണ്ടാക്കാനായിട്ട് ഒരു മെറ്റീരിയൽ മേടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന കോസ്റ്റ്, അതിനെങ്ങനെയാണ് കോസ്റ്റ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് നോക്കാം. അപ്പം പർച്ചേസ് കോസ്റ്റ് പ്ലസ് അസോസിയേറ്റഡ് കോസ്റ്റ്. പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റും അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് അസോസിയേറ്റഡ് കോസ്റ്റും. ഇനി എന്താണ് അസോസിയേറ്റഡ് കോസ്റ്റ്? അസോസിയേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റുമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ അസോസിയേറ്റഡ് കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ ഓർഡറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ്? അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ ഓരോ തവണയും ഓർഡർ കൊടുക്കുമ്പോൾ, പർച്ചേസിനായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കത്തില്ലേ, ആ ഓർഡർ കൊടുക്കുമ്പോൾ ഓരോ ഓർഡറിനും ഓരോ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മെയിനായിട്ട് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി വെക്കുമല്ലോ, നമ്മുടെ ഇൻവെൻ്ററിയിലായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ. നമ്മൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ്. അപ്പോൾ ആ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു വെയർ ഹൗസ് ഉണ്ട്, നമ്മളത് വാടകയ്ക്ക് എടുത്തേക്കാണ്. അപ്പോൾ അതിന് മാസം നമ്മളൊരു കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെയർ ഹൗസ് ഉണ്ട്, നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോർ ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മളത് ഇപ്പോൾ ഒരു പേപ്പറാണെങ്കിൽ നമ്മളിപ്പം ബുക്ക് അടിക്കുന്ന ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ ചിതലരിക്കാതെ നോക്കണം, അതുപോലെ തന്നെ മഴ നനയാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് പൊടിയൊക്കെ കളഞ്ഞ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞും കൂടിയിരിക്കും. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കുറഞ്ഞും കൂടിയും ഇരിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷത്തേക്കുള്ള പ്രൊഡക്റ്റ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് കുറഞ്ഞും കൂടിയും ഇരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം ക്വാണ്ടിറ്റി നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ ബൾക്കായിട്ട് 1-2 തവണയായിട്ട് വാങ്ങുകയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ 1-2 തവണ നമ്മൾ ഓർഡർ ചെയ്യുന്നുള്ളൂ. ഓർഡറിങ് എന്ന് പറയുന്നത് 1-2 തവണയെ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് കുറവായിരിക്കും. ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് കുറയും. കാരണം നമ്മൾ 1-2 തവണയെ ഓർഡർ ചെയ്യുന്നുള്ളൂ. അതേസമയം ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിരിക്കും, അവിടെ ഹൈ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൾക്കായിട്ടാണ് സാധനം വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സ്റ്റോറേജിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പേപ്പർ കൊണ്ടുവച്ചാൽ മാത്രം പോരല്ലോ, അത് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് നശിച്ചു പോകാതെ നമ്മൾ നോക്കണം. അതിന് കൊടുക്കുന്ന കോസ്റ്റാണ്, അതിന് നമുക്കിടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയ്ക്കാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി കുറച്ചാലോ, ഡിക്രീസ്ഡ് ക്വാണ്ടിറ്റി ആണല്ലോ, ഡിക്രീസ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിലോ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കണം. ക്വാണ്ടിറ്റി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഓർഡറിങ് ഒരുപാട് ചെയ്യേണ്ടി വരും. ക്വാണ്ടിറ്റി കുറവല്ല, ഒരു വർഷത്തേക്ക് നമ്മളൊരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡറിങ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓർഡറിങ് നമ്മൾ കുറയ്ക്കുമ്പോൾ
ഡിക്രീസ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് കൂടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും നമുക്ക് തീരുന്നതിനനുസരിച്ച് ഒരു ആനുപാതികമായിട്ട് നമുക്ക് സ്റ്റോക്ക് ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഓർഡറിങ്ങിൽ ഉണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കൂടും. ഓരോ ഓർഡറിങ്ങിലും ഒരു കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കോസ്റ്റ് നമുക്ക് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റോ, അപ്പോൾ നമ്മുടെ ക്യാരിയിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുള്ളൂ, സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ടൈം, കുറച്ച് ചിലവുകൾ മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. അപ്പം നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും, ഇവിടെ ഓർഡറിങ് ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ ഓർഡറിങ് കോസ്റ്റ് കുറവും ക്യാരിയിങ് കോസ്റ്റ് കൂടുതലുമായിട്ട് വരുന്നു. അതേസമയം നമ്മൾ ഓർഡർ കുറച്ചാലോ, നമ്മുടെ ഓർഡറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാലോ ഓർഡറിങ് കോസ്റ്റ് കൂടുന്നു, ക്യാരിയിങ് കോസ്റ്റ് കുറയുന്നു. അപ്പം ഈ കോസ്റ്റ് എത്രയും കുറയ്ക്കാമോ അത്രയും ഓർഡറിങ് കോസ്റ്റ് കൂടാതെ, ക്യാരിയിങ് കോസ്റ്റ് കൂടാതെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഏറ്റവും ചിലവ് കുറച്ച്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ സാധനം പർച്ചേസ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും സാധിക്കും എന്നത് പറയുന്നതാണ് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്കൊരു ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഗ്രാഫ്, നമ്മുടെ വൈയുടെ സൈഡ് എന്ന് പറയുന്നത് കോസ്റ്റും എക്സിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വാണ്ടിറ്റി കൂടുന്തോറും ഓർഡറിങ് കോസ്റ്റ് കുറയുന്നതാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഇങ്ങോട്ടാണ് കൂടുന്നത്. നമ്മുടെ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് കൂടുന്തോറും ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞാണ് വരുന്നത്. ഇതാണ്. അതേസമയം ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റ് കണ്ടോ, കൂടിയാണ് പോകുന്നത്. താഴെ നിന്നും മേലോട്ട് കൂടിയാണ് പോകുന്നത്. ക്വാണ്ടിറ്റി കുറച്ചാലോ, ഇവിടുന്ന് ഇങ്ങോട്ട് ക്വാണ്ടിറ്റി, ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ചാലോ, ഇങ്ങോട്ട് കുറയ്ക്കുമ്പോൾ എന്താ, ഓർഡറിങ് കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഓർഡറിങ് കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റോ, നോക്ക്, കൂടിയ ക്യാരിയിങ് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അപ്പോൾ നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്. കണ്ടില്ലേ, ഈ ഒരു പോയിന്റ്, ഈ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഈക്വൽ ആയി വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരേ ക്വാണ്ടിറ്റി ഒരേ കോസ്റ്റിൽ വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇഒക്യുവിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഇഒക്യുവിൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ ഈ ഇഒക്യുവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √2AO ഡിവൈഡഡ് ബൈ സി. അപ്പം എന്ന് വെച്ചാൽ √2 ആനുവൽ യൂസേജ്. എ എന്ന് പറയുന്നത് ആനുവൽ യൂസേജ് ആണ്. ഒ എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടല്ലോ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിന് എത്ര കോസ്റ്റ് ആകും എന്നതാണ്. പിന്നെ സി, അതാണ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഇത് ഒരു യൂണിറ്റിന് എത്രമാത്രം ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാകും എന്നതാണ്. നമുക്കിനി നേരെ ഇല്ലുസ്ട്രേഷൻ 1, കാൽക്കുലേറ്റ് ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി from the following information. Also state the number of orders to be placed in a year. Consumption of material per annum. അതായത് ഒരു വർഷത്തിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 10,000 kg ആണ്. ഇനി പ്ലേസിംഗ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിന് പെർ ഓർഡറാണ്. ഓരോ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റാണ് 50 രൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് പെർ kg ഓഫ് റോ മെറ്റീരിയൽസ്. 1 kg റോ മെറ്റീരിയലിന് 2 രൂപയാണ് ചിലവ്. കോസ്റ്റ് ഓഫ് പെർ kgക്ക് 2 രൂപയാണ് ചിലവ്. അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ്, അതാണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാരിയിങ് കോസ്റ്റ് അവറേജ് ഇൻവെൻ്ററി കണ്ടല്ലോ. സ്റ്റോറേജ് കോസ്റ്റ് ആണ് നമ്മുടെ
സ്റ്റോറേജ് കോസ്റ്റാണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അത് 8% എന്നാണ് തന്നിരിക്കുന്നത് ഓൺ ആവറേജ് ഇൻവെൻ്ററി. അപ്പോൾ 8% തന്നിരിക്കുന്നത്. നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് നേരിട്ട് തരത്തില്ല, നമ്മളൊരു പെർസെൻറ്റേജിലായിരിക്കും എപ്പോഴും തരുന്നത്. അപ്പോൾ നമുക്കിനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇല്ലസ്ട്രേഷൻ 1 പേജ് 38 അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നിരിക്കുന്ന നമ്മൾ എടുത്തെഴുതണം, പ്രത്യേകം അത് എടുത്തെഴുതണം. അപ്പം നമ്മുടെ കൺസംഷൻ പെർ ആനം എന്ന് പറയുന്നത് 10,000. നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 50. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് പെർ kg എന്ന് പറയുന്നത് 2. ഇനി സ്റ്റോറേജ് കോസ്റ്റ്, അതായത് ക്യാരിയിങ് കോസ്റ്റ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് 8% ഓൺ ആവറേജ് ഇൻവെൻ്ററി. അപ്പോൾ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെയാണ്? അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ക്യാരിയിങ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ് 2 × 8%. അപ്പോൾ 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് പെർ kg, അതായത് ഒരു kgക്ക് 2 രൂപയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് റോ മെറ്റീരിയലിൻ്റെ ആണ് കേട്ടോ, 2 രൂപ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞ 8% ഓൺ ആവറേജ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയലിന് ഒരു kg റോ മെറ്റീരിയലിന് 2 രൂപയാണ്. അപ്പോൾ ആ 2 രൂപയുടെ 8% നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 രൂപയുടെ 8% എന്ന് പറയുന്നത് 0.16. അത് നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് EOQ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പം EOQ ഇസ് ഈക്വൽ ടു 2AO ഡിവൈഡഡ് ബൈ C. അപ്പം 2 ഇടുക, 2 × A എന്ന് പറയുന്നത് ആനുവൽ കൺസംഷനാണ്, നമുക്കത് തന്നിട്ടുണ്ട് 10,000 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ആണ്. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 50, അത് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ C ക്യാരിയിങ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എത്ര? 0.16. റൂട്ട് ഇടണം. ഇനി നമുക്കത് ചെയ്ത് നോക്കാം. 2 × 10,000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 0.16 സിക്കൽ ടു കിട്ടിയത് 62,50,000 ആണ്. റൂട്ട് 62,50,000. ഇനി അതിൻ്റെ റൂട്ടും കൂടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,500 ആണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ ഇസ് ഈക്വൽ ടു 2,500. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും അല്ലെങ്കിൽ തമ്മിലുള്ള ക്വാണ്ടിറ്റിയും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഓർഡറിങ് ക്വാണ്ടിറ്റി. നമ്മുടെ ക്യാരിയിങ് ക്വാണ്ടിറ്റിയും ഓർഡറിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 2,500 എന്ന് പറയുന്നത്. അപ്പം ഈ ഏറ്റവും ചിലവ് കുറഞ്ഞ ഓർഡറിങ് കോസ്റ്റിൻ്റെയും ക്യാരിയിങ് കോസ്റ്റിൻ്റെയും ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് 2,500 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി. ഇനി നമ്മളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ എത്ര ഓർഡറാണ്? അപ്പോൾ നമ്മുടെ EOQ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഓർഡറാണ് നമ്മൾ ഒരു വർഷം നടത്തേണ്ടതെന്ന്. അപ്പം ഓർഡർ ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് 2,500 നമ്മുടെ EOQ, അതായത് നമുക്ക് 2,500 വെച്ചാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നത്. നമുക്ക് വർഷത്തിൽ 10,000 മതി. നമുക്ക് വർഷത്തിൽ 10,000 യൂസേജ് എന്ന് പറയുന്നത്. അപ്പം ഈ 10,000 നമ്മൾ യൂസ് ചെയ്യുന്നു. എത്രയാണ് നമ്മുടെ EOQ എന്ന് പറയുന്നത്? 2,500. അപ്പം നമുക്ക് 2,500 വെച്ചാണ് ഓരോ ഓർഡർ നടത്തുന്നത്. 2,500ൻ്റെ ക്വാണ്ടിറ്റി വെച്ചാണ്. അപ്പം ഇസ് ഈക്വൽ ടു
അപ്പോൾ 10,000 യൂസേജ് വരുന്നു, 2,500 ഒരു വർഷത്തെ യൂസേജ് എന്ന് പറയുന്നത് 10,000-ഉം നമ്മൾ ഓർഡർ കൊടുക്കും, ഓരോ തവണയും ഓർഡർ കൊടുക്കേണ്ടത് 2,500-നാണ്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 2,500 എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ ഒരു വർഷം നമ്മൾ 4 ഓർഡറാണ് കൊടുക്കുന്നത്. 2,500 ക്വാണ്ടിറ്റി വരുന്ന 4 ഓർഡറാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് അപ്പം ഓർഡർ ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ എന്ന് പറയുന്നത് 4ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇല്ലുസ്ട്രേഷൻ 2 ആണ്. The average annual consumption of a material is 18,250 യൂണിറ്റ്. അപ്പോൾ ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് 18,250 നമുക്ക് കിട്ടി. അറ്റ് എ പ്രൈസ് ഓഫ് 36 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 36 രൂപ 50 പൈസയാണ്. ദ സ്റ്റോറേജ് കോസ്റ്റ് ഈസ് 20% ഓൺ ആൻ ആവറേജ് ഇൻവെൻ്ററി. നമ്മുടെ സ്റ്റോറേജ് കോസ്റ്റ്, അതായത് ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 20%. ദ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ ഈസ് 50. അപ്പം ഓർഡറിങ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 50ആണ്. ഓക്കെ. ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. അപ്പം നമ്മളോട് ചോദിച്ച EOQ എന്ന് നേരിട്ടല്ല ചോദിച്ചേക്കുന്നത്, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. എന്തുമാത്രം ക്വാണ്ടിറ്റി വേണം നമുക്ക് ഒരു തവണ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ കൊടുക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ EOQ ആണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ നമ്മൾ ഈ ക്യാരിയിങ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ് എന്നും ഓർഡറിങ് കോസ്റ്റ് എന്നും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും EOQ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് EOQ കണ്ടുപിടിക്കാം. ഇല്ലുസ്ട്രേഷൻ 2 പേജ് നമ്പർ എന്ന് പറയുന്നത് 39 ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, എപ്പോഴും നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്തെഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് 18,250 തന്നിരിക്കുന്ന. എപ്പോഴും നമ്മൾ എടുത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 18,250. ഇനി ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് കോസ്റ്റ്, ഇപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 36 രൂപ 50 പൈസയാണ്. ആ 50 പൈസയുടെ 20% നമ്മൾ പറഞ്ഞേക്കുന്നത്. 20% നമ്മുടെ സ്റ്റോറേജിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 36.50 പൈസ ഇൻറ്റു 20%. അപ്പം 36.50% ഇൻറ്റു 20 എന്ന് പറയും. അപ്പം 36 രൂപ 50 പൈസ ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 രൂപ 3 പൈസ എന്നുള്ളതാണ്. നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 7 രൂപ 3 പൈസയാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് എത്രയാണ്? ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 50 രൂപയാണ്. നമുക്കിനി EOQ കാണാം. EOQ is equal to √2AO annual consumption into ordering cost divided by C carrying cost. അപ്പം എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 ഇൻറ്റു ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് 18,250 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ C ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 7.3 റൂട്ട് ഇസിക്കൽ ടു. അപ്പം 2 ഇൻറ്റു 18,250 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 7.3 എന്ന് പറയുന്നത് നമുക്ക് 2,50,000 റൂട്ട് ഓഫ് ആണ്. റൂട്ട് ഓഫ് 2,50,000. ഈ 2,50,000 റൂട്ട് കിട്ടുമ്പോൾ നമുക്ക് 50 ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഈക്വലായി വരുന്നത് 500 ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ EOQൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 13 നമ്മുടെ പേജ് നമ്പർ 67 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അനിൽ കമ്പനി ബൈസ് ഇറ്റ്സ് ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് 36,000 യൂണിറ്റ്സ് ഇൻ 6 ഇൻസ്റ്റാൾമെൻറ്റ്. അതായത്
അനിൽ എന്ന് പറയുന്ന കമ്പനി അവരുടെ ആനുവൽ റിക്വയർമെൻറ്റ്സ്, ഒരു വർഷത്തേക്കുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 36,000 യൂണിറ്റ് ആണ്. അതെന്ന് പറയുന്നത് 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആണ് വാങ്ങുന്നത്. അതായത് 12 മാസത്തിൽ നമ്മൾ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആണ് വാങ്ങുന്നത്. ഈച്ച് യൂണിറ്റ് കോസ്റ്റ് ഈസ് 1. അതായത് നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. ആൻഡ് ദ ഓർഡറിങ് കോസ്റ്റ് ഈസ് 25. നമ്മുടെ ഓരോ ഓർഡറിനും നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. ദ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 20% ഓഫ് യൂണിറ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നേരത്തെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20%. അപ്പം 1ൻ്റെ 20%, അതാണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ്. ഫൈൻഡ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻവെൻ്ററി പോളിസി. ഫൈൻഡ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻവെൻ്ററി പോളിസി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 36,000 യൂണിറ്റാണ് നമുക്കൊരു വർഷം വേണ്ടത്. അത് 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ 36,000 യൂണിറ്റ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു വർഷം ഉണ്ടാകുന്ന കോസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ, അതായത് 36,000 യൂണിറ്റ് 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ, അതിൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും പെടും കേട്ടോ. അങ്ങനെ പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാകുന്ന ചിലവ് എത്രയാണ്, കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻവെൻ്ററി പോളിസി. അതാണ് ഈ എക്സിസ്റ്റിംഗ് ഇൻവെൻ്ററി പോളിസി എന്ന് പറയുന്നതാണിത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ മച്ച് മണി ക്യാൻ ബി സേവ്ഡ് ബൈ യൂസിങ് EOQ. അപ്പോൾ നമുക്ക് EOQ, അതായത് മിനിമം കോസ്റ്റിൽ, ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിൽ നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ഇപ്പോൾ ഉള്ള ഈ ഒരു മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കോസ്റ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്ന്, കുറയുമോ കൂടുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്താകും, EOQ ഉപയോഗിച്ച് നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ വാങ്ങുമ്പോൾ നമ്മുടെ കോസ്റ്റ് കുറയുമോ കൂടുമോ അല്ലെങ്കിൽ എന്താകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 36,000 യൂണിറ്റ് 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എന്തോരം കോസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ EOQയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം EOQ കണ്ടുപിടിക്കാം. EOQ ഇല്ലുസ്ട്രേഷൻ 13 പേജ് 65. അപ്പോൾ നമ്മുടെ ആനുവൽ കൺസംഷൻ 36,000 എന്ന് തന്നിട്ടുണ്ട്. ഓർഡറിങ് കോസ്റ്റ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റിൻ്റെ 20%. അപ്പോൾ 1 നമ്മുടെ പെർ യൂണിറ്റ്. 1 × 20% എന്ന് പറയുന്നത് 0.2. ഇനി നമുക്ക് EOQ കാണാം. EOQ is equal to root of 2AO divided by C. അപ്പോൾ 2 × നമ്മുടെ ആനുവൽ കൺസംഷൻ 36,000 ആണ്, 36,000 ഇൻറ്റു നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. 25 ഡിവൈഡഡ് ബൈ C, ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, 0.2 ആണ്. 0.2 റൂട്ട് ഇടുക, ഇസിക്കൽ ടു എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയത് 90 ലക്ഷമാണ്. 90 ലക്ഷം റൂട്ട് 90 ലക്ഷം എന്നാണ്. അപ്പോൾ 90 ലക്ഷത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3,000 ആണ്. 3,000 യൂണിറ്റ്. അപ്പോൾ നമുക്ക് EOQ കിട്ടി. ചെയ്യുന്നുണ്ട് ഏത് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് കുറവായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 36,000 യൂണിറ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്മൾ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്മൾ 36,000 ആണ് കൺസ്യൂം ചെയ്യുന്ന ഒരു വർഷം. അപ്പോൾ നമ്മുടെ ഓർഡർ എത്രയാണ്? അപ്പോൾ 6 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് 6 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. കണ്ടല്ലോ. അപ്പോൾ 36,000 നമ്മൾ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുമ്പോൾ 36,000 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 6,000 യൂണിറ്റ് ആണ്.
ഓക്കെ. അപ്പോൾ 6000 യൂണിറ്റ്, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ നമ്മൾ 6000 യൂണിറ്റ് വെച്ചാണ് 6 ഓർഡർ കൊടുക്കുന്നുണ്ട്. 6000 യൂണിറ്റ് വെച്ചാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ EOQ, അതായത് മിനിമം കോസ്റ്റിൽ നമുക്ക് എത്ര യൂണിറ്റ് മാത്രം മതി? 3000 യൂണിറ്റ് മാത്രം നമ്മൾ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ പോളിസി ഈ എക്സിസ്റ്റിംഗ് പോളിസിയിലാണോ അല്ലെങ്കിൽ ഈ ന്യൂ പോളിസിയിലാണോ നമുക്ക് ഏറ്റവും കുറവ് കോസ്റ്റ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3000 ആണ്. അപ്പം ഈ 3000 വെച്ച് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം സേവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് പോളിസിയാണ് എടുക്കുന്നത്. എക്സിസ്റ്റിംഗ് പോളിസി അപ്പോൾ എക്സിസ്റ്റിംഗ് പോളിസിയിൽ അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ് കാണുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പർച്ചേസ് കോസ്റ്റ് പ്ലസ് അസോസിയേറ്റഡ് കോസ്റ്റ് ആണ്. അപ്പോൾ അസോസിയേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് 36,000 യൂണിറ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 36,000 യൂണിറ്റിന് 1 രൂപ വെച്ചാൽ അപ്പോൾ 36,000 × 1 എന്ന് പറയുന്നത് 36,000 തന്നെയാണ്. പ്ലസ് ഇനി നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നുണ്ട്? നമ്മൾ 6 ഇൻസ്റ്റാൾമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 6 ഓർഡർ 6 × ഒരു ഓർഡറിന് 25 രൂപയാണ്. 25 പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് കാണുന്നത് നമ്മുടെ 6000 യൂണിറ്റ് ഉണ്ട്. 6000 യൂണിറ്റിന് നമ്മൾ ഒരു യൂണിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു യൂണിറ്റിന് 1 രൂപ വെച്ചാണ്. 1/20%. അപ്പോൾ 6000 യൂണിറ്റിന് 1 രൂപയുടെ 20% എന്ന് പറയുന്നത് 0.20 പൈസ, അതായത് 6000-ന് 20 പൈസ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്തിനാണ് ഈ ഡിവൈഡഡ് ബൈ 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെറ്റീരിയൽ മേടിക്കുമ്പോൾ നമ്മളത് സ്റ്റോക്ക് ചെയ്യും. ആ സ്റ്റോക്ക് ചെയ്യുന്നത് മുഴുവൻ തീർന്നിട്ടല്ല നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇൻവെൻ്ററിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ എപ്പോഴും ഒരു ആവറേജ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പം ആ ആവറേജ് വരെ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിലും താഴുമ്പോഴാണ് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആവറേജ് രീതിയിലാണ് ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിനാണ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ ഇട്ടേക്കുന്നത്. 36,000 ഇവിടെ 36,000 വരും. പ്ലസ് ഇവിടെ 25 എന്ന് പറയുന്നത് 25 × 6 എന്ന് പറയുന്നത് 150 ആണ്. 150 പ്ലസ് ഈ 1 × 20% എന്ന് പറയുന്നത് 0.2 ആണ്. അത് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 6000 × 0.2 ഡിവൈഡഡ് ബൈ ഈ 2 = 600 ആണ്. അപ്പം ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 600 പ്ലസ് 150 പ്ലസ് 36,000 എന്ന് പറയുന്നത് 36,750 ആണ്. ഇനി ബി എന്ന് പറയുന്നത് ന്യൂ പോളിസി എന്ന് പറയുന്നത് EOQ വരുന്നത്. EOQ 6000 യൂണിറ്റ് 3000 EOQ 3000 യൂണിറ്റ്. അപ്പം പർച്ചേസ് കോസ്റ്റ് പ്ലസ് അസോസിയേറ്റഡ് കോസ്റ്റ്, അതായത് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. പർച്ചേസ് കോസ്റ്റ് എപ്പോഴും 36,000 ആണ്. പ്ലസ് ഇവിടെ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. പക്ഷേ ഓർഡർ എത്രയാണ്? ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് 36,000 ആണ്. 36,000 യൂണിറ്റ് ആണ് നമ്മുടെ ഒരു വർഷത്തെ കൺസംഷൻ. അപ്പം എത്ര യൂണിറ്റ് വെച്ചാണ് നമ്മൾ EOQയിൽ വാങ്ങുന്നത്? 3000 യൂണിറ്റ് വെച്ചാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3000 യൂണിറ്റ്. അപ്പോൾ നമ്മൾ 12 ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പം 25 റേറ്റ് വരുന്ന 12 ഓർഡർ പ്ലസ് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് എത്രയാണ്? 3000 ഇൻറ്റു ഇനി ക്യാരിയിങ് കോസ്റ്റ് എത്രയാണ്? ക്യാരിയിങ് കോസ്റ്റ് 1/20%. ഇതിലൊന്നും മാറ്റമില്ല. ഡിവൈഡഡ് ബൈ 2 എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ
സ്റ്റോക്കിൽ അല്ലെങ്കിൽ സ്റ്റോറേജിൽ 3000 ഈ 3000മോ അല്ലെങ്കിൽ ഈ 6000മോ മുഴുവനായിട്ടും തീർന്നിട്ടല്ല നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത്. ഇതൊരു ആവറേജ് എത്തുമ്പോഴാണ്. അപ്പം അതിൻ്റെ 3000ൻ്റെ ആവറേജ് എന്നുള്ള കണക്കിലാണ് നമ്മൾ ഈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ക്യാരിങ് കോസ്റ്റ് എഴുതാം. ക്യാരിങ് കോസ്റ്റ് 1ൻ്റെ 20% 0.2 ആണ്. അപ്പം 3000 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 600 ആണ്. 600 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 300 ആണ്. അപ്പം 300. ഇനി 25 ഇൻറ്റു 12, 25 ഇൻറ്റു 12 എന്ന് പറയുന്നതും 300 ആണ്. ഇനി പർച്ചേസിങ് കോസ്റ്റ് 36,000 സിക്കൽ ടു 36,600 വരും. അപ്പം നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണ്ടേ? അപ്പം ഇതിനുള്ള വ്യത്യാസം സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. സേവിങ്സ് ഇസ് ഇക്വൽ ടു 36,750 മൈനസ് 36,600. അപ്പോൾ നമ്മുടെ വ്യത്യാസം എത്രയാണ്? 750 നിന്ന് 600 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150. 150 നമ്മൾ എക്കണോമിക് ക്വാണ്ടിറ്റി ഓർഡറിലൂടെ നമുക്ക് കിട്ടുന്നത് 150 ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നെ മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി 300, അതായത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ എത്രയാണ് നമുക്ക് വന്നത്? 3000 യൂണിറ്റാണ്. ഇവിടെ നോക്കാം, നമ്മുടെ കോസ്റ്റ് എത്ര? 300. ക്യാരിയിങ് കോസ്റ്റ് എത്ര? 300. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സേവിങ്സ് 150.